ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. 10th പ്രിലിംസിൻ്റെ ലാസ്റ്റ് അല്ല, അത് സെക്കൻഡ് സ്റ്റേജ് മാറ്റിവെക്കപ്പെട്ട പരീക്ഷയാണ്. അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ധാരാളം പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാകാം, എങ്ങനെയായിരിക്കും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 70 എബവ് സ്കോർ ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ സെറ്റായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങളെ കൊണ്ട് അത് പറ്റുകയും ചെയ്യും കേട്ടോ. യാതൊരുവിധ ടെൻഷനൊന്നും വേണ്ട, നിങ്ങളെ കൊണ്ട് അതിന് കഴിയുമോ എന്നുള്ളതൊന്നും. ഓക്കെ, അപ്പോൾ ഈ LGS എന്ന് പറയുന്നതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, റാങ്ക് ലിസ്റ്റ് വേഗം വരുന്നതാണ്. മെയിൻസ് നമുക്ക് ഡിസംബറിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അവിടെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് കൊണ്ട് അതിൻ്റെതായ വ്യത്യാസങ്ങൾ മേ ബി വന്നേക്കാം. ഓക്കെ, ഡിഗ്രി പ്രിലിംസിൻ്റെയും റിസൾട്ട് വൈകുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. പക്ഷേ നെക്സ്റ്റ് വീക്കിൽ തന്നെ ഇതിൻ്റെ ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ടും വരും. അത് കൺസേൺ ആക്കി അവർ മെയിൻസിൻ്റെ എക്സാം ഡേറ്റ്സും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ അത്യാവശ്യം നമ്മളൊന്ന് വെൽ പ്രിപ്പയർഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രിലിംസ് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. മാത്രമല്ല പിന്നെ മെയിൻസ് ആണുള്ളത്. മെയിൻസിനും ഓൾമോസ്റ്റ് സിമിലർ സിലബസ് ആണ്. നിങ്ങൾ അത്യാവശ്യം വേണ്ട ഫാക്ട്സ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മെയിൻസും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല ഉയർന്ന റാങ്കിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങൾക്ക് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങാം. നിങ്ങൾ ഈ പറയുന്ന പരീക്ഷകൾ നേരത്തെ നിങ്ങൾക്ക് ഉറപ്പാണ്, കോൺഫിഡൻറ്റ് ആണ് പാസ്സാകുമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മെയിൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് LGS മെയിൻസ് കൺസേൺഡ് ആക്കി SCRTയുടെ കംപ്ലീറ്റ് ക്ലാസ് പ്ലസ് ഡെയിലി ടെസ്റ്റ് സീരീസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ നോട്ട്സ് പ്ലസ് ഞാൻ എഴുതി തയ്യാറാക്കുന്ന NCERTയുടെ നോട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ധാരാളം കുട്ടികൾ പ്രിലിംസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരുന്നു. പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്തായാലും മെയിൻസ് വരെ വാലിഡിറ്റി കിട്ടുന്ന തരത്തിൽ തന്നെയാണത്. നമ്മുടെ ഇതുവരെ കഴിഞ്ഞ സ്റ്റേജസിലൊക്കെ തന്നെയും നമ്മുടെ SCRT ക്ലാസ്, അതുപോലെ ടെസ്റ്റ് സീരീസ്, പിന്നെ ഞാൻ ചാനൽ മെമ്പേഴ്സിന് കൊടുത്ത NCERT നോട്ട്സ് അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഈ പറയുന്നതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മെയിൻസ് ലെവലിലും ചോദിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത്യാവശ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് എത്താൻ പറ്റും. അത്യാവശ്യം ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്പെസിഫൈഡ് റാങ്കിൽ വന്നാലും ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത് കഴിഞ്ഞിട്ട് പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിനാണെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷന് ഉറപ്പായിട്ടും ഈ പറയുന്ന SCRT ക്ലാസ്സും ടെസ്റ്റ് സീരീസും കറണ്ട് അഫയേഴ്സിൻ്റെ ക്യാപ്സ്യൂൾ നോട്ടും NCERTയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് സിലബസിൻ്റെ ഓൾമോസ്റ്റ് മെയിൻ പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ധാരാളം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഡീറ്റെയിൽ ഫാക്ട്സോട് കൂടി SCRT ക്ലാസ്സസ് കേൾക്കാൻ പറ്റും. കറണ്ട് അഫയേഴ്സിൻ്റെ കുട്ടി ക്യാപ്സ്യൂൾ നോട്ട്സ് ആണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് LGSൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ക്വിക്ക് റീക്യാപ്പ് നോട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്താൽ മതി. അതിൽ ഞാൻ ആക്സസ് ചെയ്യാൻ പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ലാസ്റ്റ് സ്റ്റേജിൽ എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചും കൂടെ കറണ്ട് അഫയേഴ്സ് ഒരു ഡിസംബർ 2025 കണക്കാക്കി ഒന്ന് ഓടിച്ച് വേഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കുന്നത് നല്ലതാണ്. ഡിസംബർ തൊട്ടുള്ളത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. ചിലതിൽ അവർ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ബാക്കൗട്ടുള്ള മന്തിൻ്റെ പിടിക്കുന്നുണ്ട്. സോ അത് നിങ്ങളൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് ഒഴിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ലേറ്റസ്റ്റ് മിനിസ്ട്രിയുടെയൊക്കെ നിങ്ങൾ വെൽ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. ആരൊക്കെയാണ് മന്ത്രിമാരെന്നുള്ളതൊക്കെ നോക്കണമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫസ്റ്റ്, തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേജിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒന്നും കൂടെ കൃത്യമായിട്ട് നോക്കിക്കോ. ചില കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഏരിയാസ് അപ്പോൾ തന്നെ ഒന്ന് നോക്കി പഠിച്ചു വെച്ചേക്കാം. ഇപ്പോൾ നിങ്ങൾ 100 ചോദ്യങ്ങൾ ഒരു ചോദ്യ പേപ്പറിൽ കാണുമ്പോൾ അതിൽ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയാസ് അപ്പോൾ തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. നിങ്ങൾക്കറിയാമായിരിക്കും, എന്നിരുന്നാലും ഒന്ന് ഓടിച്ചു പോയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിലാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മുന്നിലുള്ള 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ച് വ്യക്തമാക്കി സെറ്റാക്കി പോവുക. പിന്നെ റിനൈസൻസ് ലീഡേഴ്സ് കുറച്ചും കൂടെ സെലക്റ്റീവായിട്ട് ഞാൻ പറയുന്നത്, ശ്രീനാരായണ ഗുരു, VT ഭട്ടതിരിപ്പാട്, അയ്യങ്കാളി, വിശുദ്ധ ചാവറയച്ചൻ, അതുപോലെ തന്നെ ഇതിൽ മിസ്സായിട്ടുണ്ട് ആക്ച്വലി പണ്ഡിറ്റ് കറുപ്പനും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ഡിറ്റ് കറുപ്പൻ, ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അവരുടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ആ ഒരു കേരള ഹിസ്റ്ററി പോർഷൻസിൽ റിനൈസൻസ് ലീഡേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. അവർ തുടങ്ങിയ സംഘടനകളുടെ ഇത് മാത്രമല്ല, അത് ഇന്ന് തുടങ്ങി വേറെ ഏതെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ, അവരുടെ കൃതികൾ, കൺസേൺ ആയിട്ടുള്ള സകല കാര്യങ്ങളും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരുടെ മാത്രം ഞാനൊന്ന് പറഞ്ഞു തന്നുള്ളൂ. ഇതിൽ വാഗ്ബടാനന്ദനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി കഴിഞ്ഞ പ്രിലിംസൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവീനെ സംബന്ധിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം നമ്മൾ ബുക്സിൽ കാണുന്ന ഫാക്ട്സിനേക്കാളും അപ്പുറത്ത് വേറെ എവിടെ നിന്നുമാണ് അവർ ഫാക്ട്സ് കൊണ്ടുവന്നത്. അത് ആക്ച്വലി ഡിലീറ്റ് ചെയ്യപ്പെട്ട ക്വസ്റ്റനുമായിരുന്നു. ഓക്കെ, ദെൻ SCRT സയൻസ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നിങ്ങൾ നല്ലവണ്ണം നോക്കി വെച്ചു. സയൻസ് അത് മാത്രം മതി, നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. അത്ര എളുപ്പമാണ് സയൻസിൻ്റെ മേഖല എന്ന് പറയുന്നത്. അത് ടെക്സ്റ്റ് കൺസേൺ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്കുള്ളത് മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള കുറച്ച് സോഷ്യൽ ചാപ്റ്റേഴ്സാണ്. സോഷ്യൽ സയൻസിൻ്റെ അതിൽ നമ്മളുടെ ഹിസ്റ്ററി വരും, ജിയോഗ്രഫി വരും, കോൺസ്റ്റിറ്റ്യൂഷൻ വരും. ഓക്കെ, ഇതാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ 5 തൊട്ട് 10 വരെയുള്ളതിൽ നിങ്ങൾ ഓൾറെഡി കുറച്ച് പഠിച്ചിരിക്കേണ്ട LGS കൺസേൺഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ
ഉറപ്പായിട്ടും നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കൃത്യമായിട്ട് നോക്കേണ്ട ചാപ്റ്റേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ലിസ്റ്റാണ് ഞാൻ തരുന്നത്. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഇത് ചോദിക്കാൻ വളരെയധികം സാധ്യത ഞാൻ കാണുന്നു. കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ചാപ്റ്റേഴ്സിലുണ്ട്, ഞാൻ ഇന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ. അപ്പോൾ ഇത് മാത്രമല്ല നമ്മളൊരു LGS പെർസ്പെക്റ്റീവിൽ നിന്നാണെങ്കിലും LDC പെർസ്പെക്റ്റീവിൽ നിന്നാണെങ്കിലും പഠിക്കുന്നത്. അത്രയ്ക്കധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു അവസാന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നോക്കുന്നതിന് മുൻപ് ഉറപ്പായിട്ടും ഒന്ന് നോക്കി വെച്ചിരിക്കേണ്ട, ഒന്നും കൂടി ഒന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിരിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കരുത്. ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്ത ചാനൽ മെമ്പേഴ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കാട്ടോ. കാരണം അത് LGS കൺസേൺ ആയിട്ടുള്ള പിള്ളേരുടെ ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും അതിൽ കിട്ടുക. അതെ, നമുക്ക് നോക്കാനുള്ളത് സ്റ്റാൻഡേർഡ് 5-ലെ 7th ചാപ്റ്ററായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ദെൻ 5ാം ക്ലാസ്സിലെ തന്നെ 8th ചാപ്റ്റർ നാടറിയാം, 9th ചാപ്റ്റർ തുല്യതയിലേക്ക്. ഇതിൽ ഓരോന്നിലും നിങ്ങൾ ഇൻ ബിറ്റ്വീൻ കാണാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠഭാഗങ്ങൾ ഞാൻ പറയുന്നത്. ദെൻ 7th സ്റ്റാൻഡേർഡിൽ 3 ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഭരണഘടന വഴിയും വഴികാട്ടിയും, 4ാമത്തെ പാഠഭാഗം അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, 7ാമത്തെ പാഠഭാഗം ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. അപ്പോൾ ഇതും ഞാൻ പറയുന്നു, ഇതിൻ്റെ നിങ്ങൾ ഓരോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കുക. ഇതിൽ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എക്സാമിലൊക്കെ കണ്ടില്ലേ, ചില കവികളുടെയൊക്കെ കൊട്ടേഷൻ, അവരുടെ കവിതകളിലെ വരികൾ എടുത്തിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഇപ്പോൾ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടും വരുന്ന ചാപ്റ്റേഴ്സിൽ അവർ ചില കവിതാശകലങ്ങൾ അത് എവിടെ നിന്ന് എടുത്തു, ആരുടെയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും എക്സാമിന് മുൻപ് ഒന്ന് നോക്കേണ്ട ചാപ്റ്റേഴ്സാണിത്. ഇതിൽ കൂടുതൽ ആക്ച്വലി പഠിക്കേണ്ടതാണ് ഒരു LGSന്. അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തത്. ഇത് നിങ്ങൾ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഓൾറെഡി വായിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തോളൂ എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. പിന്നെ 8th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. നമ്മുടെ കേരള ഹിസ്റ്ററി കൺസേൺ ആയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ 2nd ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. ഇതും വളരെ ഹിസ്റ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് 8ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠഭാഗവും ദേശീയ പ്രസ്ഥാനവും കേരളവും. ഇത് 3ഉം ഹിസ്റ്ററി കൺസേൺഡ് ആണ്. ഇത് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. ഒന്നും കൂടി ഒന്ന് അറ്റ് ഗ്ലാൻസ് ഓടിച്ച് നോക്കിക്കോളൂ. കാരണം അവർ കുറേയധികം ഫാക്ട്സ് എക്സ്ട്രാ അങ്ങനെ ലോഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ സൈഡിലെ ഓരോ പെട്ടികളിലൊക്കെ ആയിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. കാരണം അതൊക്കെ ഒരു ചോദ്യകർത്താവിന് പെട്ടെന്ന് ചോദ്യം ഇടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല നമ്മൾ സ്വതേ കണ്ടുവരുന്ന ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. പിന്നെ 6ാമത്തെ പാഠഭാഗം വിഭവ വിനിയോഗവും സുസ്ഥിരതയും. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി എക്സ്ട്രീം ലെവലിൽ നിന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്രയൊക്കെ സിലബസ് കൺസേൺ എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ അവർ എന്നുള്ള രീതിയിൽ ഒരു ഫാക്ടർ എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി 9th സ്റ്റാൻഡേർഡിൽ SS1 നിങ്ങൾ നോക്കേണ്ടത് 4th ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം, 7th ചാപ്റ്റർ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ഇതൊക്കെയാണ്. ഓക്കെ, ദെൻ 9th സ്റ്റാൻഡേർഡിൽ SS2 ഒബ്വിയസ്ലി നിങ്ങൾ ഇത്രയും നോക്കിയിരിക്കണം. ഇത് നോക്കാതെ പോയിട്ട് കാര്യം തന്നെയില്ല. കാരണം ഇത് ഇന്ത്യൻ ജിയോഗ്രഫി കൺസേൺ ആയിട്ടുള്ള കംപ്ലീറ്റ് നമ്മുടെ ഫിസിയോ ജിയോഗ്രഫിക് ഡിവിഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ 1st ചാപ്റ്റർ നെതേൺ മൗണ്ടൻസ് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചും, 2nd ചാപ്റ്റർ നമ്മുടെ ഉത്തര മഹാസമുദ്രത്തെക്കുറിച്ചും, 3ാമത്തേത് പീഠഭൂമിയെക്കുറിച്ചും, പിന്നെ 7ാമത്തേത് നമ്മുടെ ഡെസേർട്സിനെ സംബന്ധിച്ചും, 8ാമത്തേത് കോസ്റ്റൽ പ്ലെയിൻസ് തീര സമതലങ്ങളെ സംബന്ധിച്ചുമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫിസിയോ ജിയോഗ്രഫിക് ഡിവിഷൻസ് ആണ്. ഇവിടെ കാണുന്ന നൈസർഗിക സസ്യജാലങ്ങൾ അങ്ങനെ ഓരോ രീതിയിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ പാഠഭാഗങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കും, കഴിഞ്ഞ സ്റ്റേജസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ശ്രദ്ധിക്കാം. ഇനി 10th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് SS1 നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ 3 6, 7, 8 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, ജനാധിപത്യം, ഒരു ഇന്ത്യൻ അനുഭവം. കുറച്ചധികം കാര്യങ്ങൾ അവർ എക്സ്ട്രാ പറയുന്നുണ്ടെങ്കിൽ കൂടി ഏറ്റവും വേണ്ടത് മാത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് വായിച്ചെടുക്കാം. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് വായിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇതിൽ ഫസ്റ്റത്തെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ 2 നമ്മളുടെ ഇന്ത്യൻ ആ ഒരു ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നുള്ളതാണ്. അത് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ആ ഒരു ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങളുടെ കാലഗണനക്രമം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. സോ വാലിഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. 8th ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം വായിക്കുമ്പോൾ കുറച്ച് ഇതൊക്കെ വേണോ എന്നുള്ളത് തോന്നും. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് ഇത് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് ധാരാളം ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഒരു ചാപ്റ്ററിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ SS2 7th ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. ഇതാണ് ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. 8 ഞാൻ ഹിസ്റ്ററി കൺസേൺഡ് ആയിട്ട് പറഞ്ഞ ചാപ്റ്റേഴ്സും, 9 ഞാൻ ജിയോഗ്രഫി കൺസേൺഡ് ആയിട്ട് പറഞ്ഞ ചാപ്റ്റേഴ്സും, 10 ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സുമാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് ഇതൊക്കെ തന്നെയും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം.
ഉറപ്പായിട്ടും നിങ്ങൾക്ക് 70 എബവ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അതിനുള്ള കാലിബർ ഉള്ളവർ തന്നെയാണ് എല്ലാവരും. പിന്നെ എന്താണ് ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ഒരു ടൈമിൽ നമ്മളുടെ ബ്രെയിൻ എങ്ങനെ ഓരോ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും. ഓക്കെ, സോ കൂളായിട്ട് ഒരു എക്സാമിനെ സമീപിക്കാം. നമ്മൾ ടെൻഷൻ ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എനിക്കറിയാം ടൈം പലർക്കും ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. ഒന്നാമതിന് നമുക്ക് എന്താണ് നമ്മൾ ടൈം ഇവർ ബെല്ലടിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ ചോദിക്കണം. അപ്പോൾ നമ്മളൊരു ടൈം മാനേജ് ചെയ്തപ്പോൾ ഒരു വാച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മളൊരു എന്താണ് ഒരു ഊഹത്തിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തല്ലേ പറ്റുള്ളൂ. അത് സിസ്റ്റം അങ്ങനെയായിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ സ്പീഡിൽ അറിയാവുന്ന ചോദ്യങ്ങളെ ആദ്യം തന്നെ കൃത്യമായിട്ടെല്ലാം അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ടുള്ളത് ഒരു ഹോൾഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ഡൗട്ടുള്ളത് ഒന്ന് ഹോൾഡിൽ വെക്കാം. എന്നിട്ട് വൺസ് മോർ ആ സംശയമുള്ളതിലേക്ക് നോക്കുക, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആദ്യമേ നമ്മൾ ടെൻഷൻ ആകാനൊന്നും നിൽക്കണ്ട. അതിലെന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലോട്ട് എത്താൻ പാകത്തിന്. സോ കൂളായിട്ട് വായിക്കുക. പക്ഷേ ആദ്യമേ തന്നെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേയധികം വായിച്ച സമയം കളയണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന വേഗം വായിച്ച് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്ന ടൈപ്പ് വേഗം ചെയ്യുക. മാത്സ് ഒക്കെ ചിലപ്പോൾ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഇതുവരെ ചോദിച്ചാൽ മാത്സ് എല്ലാം അത്യാവശ്യം എളുപ്പം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാത്സും എന്താണ് എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് തരാം, അല്ലെങ്കിൽ നോർമൽ എന്നുള്ള രീതിയിലും തരാം. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടാണ് മാത്സ് എങ്കിൽ ഓക്കെ, നിങ്ങൾ ഓക്കെ ആണ് മാത്സിലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ അത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുള്ള ഒരാൾ ആദ്യമേ മാത്സ് ചെയ്യാൻ നിൽക്കരുത്, ബാക്കിയുള്ളത് വായിച്ചെത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചെല്ലാം ഒന്ന് ഓടിച്ചു നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് മൈൻഡ് നല്ല കാമായിട്ടിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് ഈ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി ഞാൻ VFA റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ മെയിൻസ് കൺസേൺഡ് ഈ മെയിൻസും ഡിഗ്രി മെയിൻസും ഒക്കെ കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.